ബെൽജിയത്തിലെ ആന്തർപ്പ് പട്ടണത്തിലെ മാർക്കറ്റ് സ്ക്വയറിൽ നിൽക്കുകയാണ് ഞാൻ. ബെൽജിയത്തിന്റെ മറ്റു പുരാനഗരങ്ങൾ പോലെ പ്രൗഢഗംഭീരമായ ആന്തർപ്പ്. ഇന്നൊരു വ്യവസായ നഗരമാണെങ്കിലും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ സംഘങ്ങളാണ് ഈ നടന്നു പോകുന്നതെല്ലാം. യൂറോപ്പിലെ ഏതു നഗരത്തിലും സമ്മർ ദിനങ്ങളിൽ ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ ഒഴുക്കായിരിക്കും. ടൂർ ഗൈഡുകൾക്കൊപ്പം വരുന്ന സംഘങ്ങൾ. ചൈനയിൽ നിന്നും മറ്റും ധാരാളം സഞ്ചാരികൾ ഇപ്പോൾ യൂറോപ്പിലെത്തുന്നുണ്ട്. വഴിയോര റെസ്റ്റോറന്റുകളിൽ ഉച്ചകഴിഞ്ഞ നേരത്ത് ഭക്ഷണം കഴിച്ചിരിക്കുന്നു കുറെ പേർ. പല സ്ക്വയറുകളുണ്ട്, അതിലെല്ലാമുണ്ട് റെസ്റ്റോറന്റുകൾ. ഇനി അധിക സമയം ഇവിടെ ചെലവഴിക്കാനില്ല. ഇത്തരത്തിലുള്ള നിരവധി ഇടത്തെരുവുകളുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് എത്തിച്ചേർന്നത് ഒരു പള്ളിയുടെ മുറ്റത്തേക്കാണ്. സെന്റ് കറോലൂസ് ബൊറോമിയൂസ് ചർച്ച് 17ാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണ്. അതിന്റെ മുന്നിൽ ഒരു ഗൈഡ് കൂടെയുള്ളവർക്ക് ചരിത്രം പറഞ്ഞുകൊടുക്കുന്നു. പള്ളിയുടെ നേരെ എതിർവശത്ത് 15ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ലൈബ്രറിയാണ്. ബെൽജിയൻ എഴുത്തുകാരനായ ഹെൻറിക്കിന്റെ പ്രതിമ മുന്നിൽ. ഹെൻറിക് കൺസീൻസ് ഹെറിറ്റേജ് ലൈബ്രറി. ലൈബ്രറിയുടെ ഒരു ഭാഗം പള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ചെറിയ പള്ളിയാണെങ്കിലും വലിയ ചരിത്രമുണ്ട് ഇതിന്. ആന്റ്വെർപ്പിൽ 17ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ മറ്റു പള്ളികളിൽ നിന്നും രൂപപരമായ വ്യത്യാസം ഇതിനുണ്ട്. ജെസൂട്ട് പാദ്രിമാരായിരുന്നു ഇത് നിർമ്മിച്ചത്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെ അവർ ഇതിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിരുന്നു. വിഖ്യാത ബറോക്ക് ശില്പിയും ചിത്രകാരനുമായ പീറ്റർ പോൾ റൂബൻസ് വരെ ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പള്ളിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഞാൻ അതിന്റെ അകത്തേക്ക് നടന്നു. ഒരു ക്യാമറ സംഘവും മറ്റും ഇവിടെയുണ്ട്. വിവാഹത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണമോ മറ്റോ ആകാം. സ്പാനിഷ് ശൈലിയാണ് ഇതിൽ കൂടുതലായും പ്രകടമാവുന്നത്. ടൂർ ഗൈഡ് ഇവിടെയും തന്റെ കൂടെയുള്ള സഞ്ചാരികൾക്ക് കഥകൾ പറഞ്ഞുകൊടുക്കുകയാണ്. ഇതാണ് പുൾപിറ്റ്, വൈദികന്റെ പ്രസംഗപീഠം. ഇത്തരം പള്ളികൾക്കെല്ലാം ഉണ്ടാവും അത്തരമൊരു പുൾപിറ്റ്. അൾത്താരയുടെ പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണ് ഈ പള്ളിയിലെ ഏറ്റവും പ്രത്യേകതയുള്ള സംഗതി. ഇടയ്ക്കിടെ അവിടെ പെയിന്റിംഗ് മാറിക്കൊണ്ടിരിക്കും. വലിയ ക്യാൻവാസിൽ വരച്ച 4 ചിത്രങ്ങളാണ് അൾത്താരയിലുള്ളത്. അതിൽ ഒന്നു മാത്രമേ ഒരു സമയത്ത് കാണൂ. മറ്റുള്ളവ പിൻഭാഗത്താണ്. പുള്ളികൾ ഉപയോഗിച്ചുള്ള പ്രത്യേകമായ ഒരു യന്ത്ര സംവിധാനം അൾത്താരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ സഹായത്തോടെ 4 ചിത്രങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും. 17ാം നൂറ്റാണ്ടിൽ റൂബൻസ് വരച്ച ചിത്രങ്ങളാണ് അതിൽ 2 എണ്ണം. ഇങ്ങനെ സ്വയം മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ സ്ഥാപിച്ച പള്ളികൾ യൂറോപ്പിൽ വിരളമാണ്. ഇവിടെ ഭിത്തിയുടെ ഒരു ഭാഗം തടികൊണ്ട് മനോഹരമായി പാനൽ ചെയ്തിട്ടുണ്ട്. കൊത്തുപണിയും ശില്പങ്ങളുമെല്ലാം കൊണ്ട് അലങ്കൃതമായ ഒരു ഭാഗം. കുമ്പസാരക്കൂടുകളാണിത്. മാലാഖമാർ കാവൽ നിൽക്കുന്ന കുമ്പസാരക്കൂടുകൾ. നടുവിലെ കള്ളിയിൽ പുരോഹിതനിരിക്കും. ഇരുഭാഗത്തുമുള്ള കള്ളികളിൽ വിശ്വാസികൾ മുട്ടുകുത്തി നിന്ന് പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കൂടുകൾ പള്ളിയുടെ പല ഭാഗത്തുമുണ്ട്. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ എതിർവശത്ത് സ്റ്റാർട്സ് ലൈബ്രറി കാണാം. റോമൻ കത്തോലിക്ക ദേവാലയമായും പ്രൊട്ടസ്റ്റന്റ് ദേവാലയമായും ഈ പള്ളി വർദ്ധിച്ചിട്ടുണ്ട്. ബെൽജിയത്തിലുണ്ടായ അധിനിവേശങ്ങളുടെ ഫലമായിട്ടായിരുന്നു അത്. ആ മുറ്റത്തു നിന്നും പുറത്തേക്ക് നടന്നു. മറ്റൊരു തെരുവിലേക്കാണ് എത്തിയത്. വൈൻ കാസ്കുകളാണ് ഇവിടെ അലങ്കാരം. 1000 വർഷം മുൻപ് തന്നെ ഒരു പട്ടണമായി വികസിച്ച പ്രദേശമാണ് ആന്റ്വെർപ്പ്. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രൂഷ് നഗരം ക്ഷയിച്ചതോടെയാണ് ആന്റ്വെർപ്പിന്റെ സുവർണകാലം തുടങ്ങുന്നത്. അക്കാലത്ത് ബ്രൂഷിൽ സർവ്വപ്രതാപങ്ങളോടെയും വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ
തങ്ങളുടെ ആസ്ഥാനം ആന്ത്വേർപ്പിലേക്ക് മാറ്റി. ആന്ത്വേർപ്പ് തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ പട്ടണമായി ആന്ത്വേർപ്പ് വളർന്നു. യൂറോപ്യന്മാർ കടൽമാർഗമുള്ള പര്യവേക്ഷണങ്ങൾ വിപുലമാക്കിയ നാളുകളായിരുന്നു അത്. പല പര്യവേക്ഷണ സംഘങ്ങളും കണ്ടെത്തിയ നാടുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി കപ്പലുകൾ ആദ്യം വന്നെടുത്തത് ആന്ത്വേർപ്പ് തുറമുഖത്താണ്. അക്കാലത്ത് ഓരോ ആഴ്ചയിലും 2000 കുതിരവണ്ടികളെങ്കിലും ആന്ത്വേർപ്പ് പട്ടണത്തിലേക്ക് എത്തിയിരുന്നുവെന്നാണ് 16-ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്രാൻസിസ്കോ ഗുസിയാർഡിനി രേഖപ്പെടുത്തുന്നത്. പോർച്ചുഗീസുകാർ ഏഷ്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനും അവിടെ നിന്നുള്ളവ കൊണ്ടുവന്നിറക്കുന്നതിനുമുള്ള പ്രധാന തുറമുഖമായി ഉപയോഗിച്ചത് ആന്ത്വേർപ്പിനെയാണ്. നഗരത്തിൽ നിന്നും മടങ്ങാൻ നേരമായി. ക്രൂസ് ടെർമിനലിന് സമീപത്തുകൂടി കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ് ഞാൻ. ഇതാണ് കാർ. ജോണിയും ബ്ലെയ്സും അതിൽ കാത്തിരിപ്പുണ്ട്. ജോണിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഇനി സുഹൃത്തുക്കളോട് യാത്ര പറയുകയാണ്. അവർക്കും മടങ്ങേണ്ട സമയമായി. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ജോണിയും ബ്ലെയ്സും മടങ്ങും. ബ്ലെയ്സിന് രാത്രി 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. ഇന്നലെ അടിയന്തര സാഹചര്യമുണ്ടായെങ്കിലും ജോലിക്ക് കയറാതെ രക്ഷപ്പെട്ടു. ഇന്ന് പക്ഷേ ഡ്യൂട്ടിക്ക് കയറിയേ പറ്റൂ. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയാലുടൻ ഇവർ തിരിച്ചു പോകും. ഞാൻ ട്രെയിനിൽ കയറി നെതർലാൻഡ്സിലേക്ക് യാത്ര തുടരുകയും ചെയ്യും. ആന്ത്വേർപ്പിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ജോണി കാർ വിടുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഈ സുഹൃത്തുക്കളാണ് എന്നെ വിവിധങ്ങളായ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ തന്നെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്തതെങ്കിലും അതിനായി സൗകര്യപ്രദമായ ഒരു കാർ കിട്ടുക എന്നത് വലിയ കാര്യമാണ്. പട്ടണങ്ങളെ മാത്രം കണക്ട് ചെയ്തായിരുന്നു യാത്രയെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകാമായിരുന്നു. പക്ഷേ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ യാത്രയ്ക്ക് ഇവരുടെ കാറും സാന്നിധ്യവും ഏറെ സഹായകമായി. കാർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ആന്ത്വേർപ്പിന്റെ വ്യാവസായികമായ വളർച്ചയെക്കുറിച്ചാണ് എന്റെ ചിന്ത. യൂറോപ്പിൽ വ്യവസായ വിപ്ലവമുണ്ടായ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ആന്ത്വേർപ്പ് പെട്ടെന്ന് തന്നെ വ്യാവസായിക ഉയർച്ച കൈവരിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായങ്ങളാണ് ഇവിടെ പുരോഗമിച്ചത്. തുണി, ഉരുക്ക്, രാസവസ്തുക്കൾ, വജ്രം എന്നിവയെല്ലാം ഇവിടുത്തെ വ്യവസായശാലകളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെട്ടു. അങ്ങനെ നഗരത്തിന്റെ സാമ്പത്തിക നില തകരാതെ പിടിച്ചു നിൽക്കുകയും ചെയ്തു. സൗകര്യപ്രദവും വിപുലവുമായ ഒരു തുറമുഖമുള്ളതുകൊണ്ട് തന്നെ ബെൽജിയത്തിലെ വ്യവസായ മേഖല ആന്ത്വേർപ്പിൽ കേന്ദ്രീകരിക്കപ്പെടുകയായിരുന്നു. ഇപ്പോഴും ആ പെരുമയ്ക്ക് മങ്ങലേറ്റിട്ടില്ല. ലോകത്തെ 20 പ്രമുഖ തുറമുഖങ്ങളിലൊന്നായി ആന്ത്വേർപ്പ് തുറമുഖം നിലകൊള്ളുകയും ചെയ്യുന്നു. ഇന്ത്യക്ക് മുംബൈ എന്ന പോലെയാണ് ബെൽജിയത്തിന് ആന്ത്വേർപ്പ്. കാർ ഇപ്പോൾ ആന്ത്വേർപ്പിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ചെറിയൊരു കെട്ടിടമൊന്നുമല്ല, ഒരു പടുകൂറ്റൻ സ്ട്രക്ചറാണ് ആന്ത്വേർപ്പ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. കെട്ടിടത്തിന്റെ വശങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് കൗതുകകരമായ മറ്റൊരു കാഴ്ച. ജ്വല്ലറികളാണ്, ഡയമണ്ട് കച്ചവടം നടക്കുന്ന കടകൾ. ഒരു പ്രധാന കാര്യം ആന്ത്വേർപ്പിലെ ഈ സ്വർണ്ണക്കടകൾ മിക്കതും ഗുജറാത്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സൂററ്റിൽ നിന്നും ഇവിടെയെത്തിയ വജ്രവ്യാപാരികളുടെ പിൻതലമുറക്കാർ ഇപ്പോഴും ആന്ത്വേർപ്പിന്റെ ഡയമണ്ട് വിപണിയിലെ കുത്തകക്കാരാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡയമണ്ട് വിപണിയാണ് ആന്ത്വേർപ്പ്. പല വലിപ്പത്തിലും ഡിസൈനിലുമുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. പ്രധാന കച്ചവടക്കാരും ജോലിക്കാരുമെല്ലാം ഗുജറാത്തികളാണ്. 2-ാം ലോകമഹായുദ്ധത്തിന് മുൻപ് ധാരാളം ജൂതന്മാർ ആന്ത്വേർപ്പിലെ ഡയമണ്ട് വിപണിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു.
ജർമ്മൻ സേന ആന്റ്വെർപ്പ് തുറമുഖവും നഗരവും പിടിച്ചെടുത്തതോടെ ജൂത സമൂഹം ഇവിടെ നിന്നും ഭാഗികമായി അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ത്യക്കാർ ഡയമണ്ട് കച്ചവടത്തിൽ തുടർന്നു. ആന്റ്വെർപ്പിൽ ഒരു ഡയമണ്ട് ഡിസ്ട്രിക്ട് തന്നെയുണ്ട്. 2 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആ ഡിസ്ട്രിക്റ്റിൽ കൂടിയാണ് ലോകത്തെ അസംസ്കൃത ഡയമണ്ടിന്റെ 80% കടന്നുപോകുന്നത്. ഞങ്ങൾ പിൻഭാഗത്തുനിന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു വശത്തെത്തി. ഇത് മുൻഭാഗമല്ല. ഈ വശം തന്നെ ഗംഭീരമായ ഒരു നിർമ്മിതിയാണ്. റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ട്രെയിൻ വന്നു നിൽക്കുന്ന ഒരു സ്ഥലവും ആസ്പെറ്റോ ഷീറ്റിട്ട കുറെ നീളൻ കെട്ടിടങ്ങളുമല്ല. യൂറോപ്പിൽ ഇത്തരം നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾ അത്യുത്തമാർന്ന കൊട്ടാരക്കെട്ടുകൾ തന്നെയാണെന്ന് തോന്നും. 1895 സ്ഥാപിതമായതാണ് ഈ സ്റ്റേഷൻ. ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ പോലും അത് അനുപമമായ കലാരൂപമായിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നാട്ടുകാർ. സ്റ്റേഷന്റെ മുൻഭാഗത്ത് ഒരു ജയന്റ് വീലുണ്ട്. സ്റ്റേഷന്റെ മുറ്റം ക്യൂ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും അത് കാറുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ഭാഗം അമ്യൂസ്മെന്റ് പാർക്കായി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് സ്റ്റേഷന്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ച. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അല്പം ഭക്ഷണം കഴിച്ചിട്ട് പിരിയാനുള്ള തീരുമാനത്തിലാണ് ഞാനും ജോണിയും ബ്ലെയ്സും. മിക്സോർ കബാബ് എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. ചിക്കൻ കബാബ് ഓർഡർ ചെയ്തു ഞങ്ങൾ. അത് എത്തി. ഈ യാത്രയിൽ ഇനി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണശേഷം സുഹൃത്തുക്കളെ യാത്രയാക്കി. അവർ തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. എനിക്ക് ഇനിയും 3/4 മണിക്കൂറോളം ഇവിടെ ചെലവഴിക്കാം. ക്യൂ പാർക്കിന്റെ ഓരം ചേർന്ന് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. പലതരം ബസ്സുകളുണ്ട്. സിറ്റി ടൂർ നടത്തുന്നവയാണ്. ടൂർ ആരംഭിക്കുന്നതും ട്രാമുകളും ബസ്സുകളും വന്നു നിൽക്കുന്നതുമെല്ലാമായ സ്ഥലമാണിത്. നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ചൈന ടൗണിന്റെ കവാടമാണ്. ചൈനീസ് ശൈലിയിലുള്ള വലിയൊരു പടിപ്പുര. അതിനപ്പുറം ഒരു ചൈനീസ് ലോകമാണ്. ട്രാമുകൾ കടന്നുപോകുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് ഇവിടം. ലൈൻ എന്ന പേരിലാണ് ഇവിടുത്തെ ട്രാമുകളും സിറ്റി ബസ്സുകളും അറിയപ്പെടുന്നത്. ബെൽജിയത്തിലെ പൊതുഗതാഗത സംവിധാനത്തിനാണ് ലൈൻ എന്ന് പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലുമുണ്ട് ഇത്. എന്നാൽ സിറ്റികളെ കണക്ട് ചെയ്ത് ദീർഘദൂര സർവീസ് ഇല്ലതാനും. ഞാൻ റോഡും ട്രാം പാളങ്ങളും ക്രോസ് ചെയ്ത് ചൈന ടൗണിലേക്ക് നടന്നു. ലോകത്ത് ചൈനക്കാരുള്ള ഏതു നഗരത്തിലും ഒരു ചൈന ടൗൺ ഉണ്ടാകും. ചൈനക്കാർ ഒരുമിച്ച് താമസിക്കുന്നു, കച്ചവടം ചെയ്യുന്നു. തങ്ങളുടെ വാസപ്രദേശത്തെ ചെറിയൊരു ചൈന തന്നെയാക്കി മാറ്റുകയും ചെയ്യുന്നു. ചൈനീസ് സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറന്റുകൾ, തുണിക്കടകൾ തുടങ്ങി ക്ഷേത്രങ്ങൾ വരെ ചൈന ടൗണിൽ ഉണ്ടാകും. ചൈനക്കാർക്ക് വേണ്ടി ചൈനക്കാർ ഒരുക്കുന്ന മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അവരുടെ വസ്ത്രങ്ങളും അവരുടെ വിഭവങ്ങളുമാണ് പ്രധാന കച്ചവടം. ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമെല്ലാം ഇറക്കുമതി ചെയ്യുന്ന ബിയറും പുകയില ഉൽപ്പന്നങ്ങളും ചൈന ടൗണിൽ ലഭ്യമാണ്. ആഫ്രിക്കൻ ഫുഡും കോസ്മെറ്റിക്സും കിട്ടുന്ന ചില കടകളും കാണാം. തെരുവിൽ കൂടുതലായി കാണുന്നത് ഏഷ്യക്കാരെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ചൈനക്കാർ കച്ചവടക്കാരായി ബെൽജിയത്തിലെത്തി താമസം തുടങ്ങിയിരുന്നു. എന്നാൽ ആന്റ്വെർപ്പിലെ ഈ ചൈന ടൗണിന്റെ തുടക്കം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്.
ഹോങ്കോങ്ങിൽ നിന്നുമാണ് ഏറ്റവും അധികം ചൈനീസ് വംശജർ ആന്റ്വെർപ്പിലേക്ക് വരുന്നത്. 1950-60 കാലഘട്ടത്തിൽ ആയിരക്കണക്കായ ചൈനക്കാർ ബെൽജിയത്തിലേക്ക് എത്തുകയും പിന്നീട് ഇവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിവിടെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു. ചൈന ടൗണിലൂടെ ഒന്ന് ചുറ്റി നടന്ന ശേഷം ഞാൻ തിരികെ കവാടം കടന്ന് ക്യൂ പാർക്കിനടുത്തേക്കെത്തി. ഇവിടെ നിന്നും ഏറ്റവും അടുത്ത ട്രെയിൻ പിടിക്കണം. ആംസ്റ്റർഡാമിലേക്ക് 1.5 മണിക്കൂറിന്റെ ട്രെയിൻ യാത്രയുണ്ട്. ഞാൻ സ്റ്റേഷൻ ബിൽഡിംഗിലേക്ക് കയറി. ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്തിട്ടില്ല. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കിട്ടേണ്ടതാണ്. യൂറോപ്പിലെ മിക്ക പട്ടണങ്ങളിലേക്കും ഇവിടെ നിന്നും ട്രെയിനുകളുണ്ട്. സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് ഈ നിർമ്മിതിയാണ്. വലിയൊരു കൊട്ടാരക്കെട്ടിനകത്തേക്ക് കയറി എത്തിയതുപോലുണ്ട്. മാർബിൾ തൂണുകളും ശിലാനിർമ്മിതമായ ഭിത്തിയും കൊത്തുപണികളും ഗ്ലാസ് വർക്കുകളുമെല്ലാമായി അതിമനോഹരമായ ഒരു നിർമ്മിതി. 1.25 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ചു എന്നത് മാത്രമല്ല, അതിന്നും തിളക്കത്തോടെ നിലനിർത്തുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. പ്രൗഢിയോടെ അതങ്ങനെ നിലകൊള്ളുന്നു. തൊഴിലാളി യൂണിയനുകളുടെ പോസ്റ്ററും സ്റ്റിക്കറും ഭിത്തികളിൽ പതിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത അറിയിപ്പുകളും കാലം കഴിഞ്ഞിട്ടും എടുത്തുമാറ്റാത്ത ബോർഡുകളുമില്ല. നിർമ്മിക്കുന്നതിനേക്കാൾ ഒരു മന്ദിരം സംരക്ഷിച്ച് നിലനിർത്തുന്നതിൽ കാണിക്കുന്ന മികവാണ് ഇവിടെയൊക്കെ ശ്രദ്ധേയമാകുന്നത്. ബെൽജിയത്തിനകത്തുകൂടിയുള്ള യാത്രയ്ക്കുള്ള ടിക്കറ്റ് മെഷീനിൽ നിന്ന് എടുക്കാനാവൂ. രാജ്യാന്തര യാത്രയ്ക്ക് അകത്തെ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കണം. ഞാൻ അങ്ങനെ കൗണ്ടറിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. 5:44 ബ്രെഡ വഴി പോകുന്ന ഒരു ട്രെയിനുണ്ട്. അതിന്റെ ടിക്കറ്റിന് ഏതാണ്ട് 40 യൂറോ ആയി ചാർജ്. അതല്ലാതെ താലീസ് എന്നൊരു ഹൈസ്പീഡ് ട്രെയിൻ ഉണ്ടെന്ന് കൗണ്ടറിലുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാണ്. തിരക്ക് പിടിച്ച് അതിവേഗ ട്രെയിനിൽ പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലാത്തതിനാൽ ഞാൻ സാധാരണ ട്രെയിൻ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. മുകളിലെ നിലയിൽ ഒരു ട്രെയിൻ വന്ന് കിടക്കുന്നത് കാണാം. ഞാൻ നിൽക്കുന്ന ലെവലിലും ട്രെയിനുണ്ട്. പല നിലകളിലായിട്ടാണ് പ്ലാറ്റ്ഫോമുകൾ. താഴെയാകട്ടെ 2 ലെവലുകളിൽ റെയിൽ പാളങ്ങളുണ്ട്. അങ്ങനെ 4 നിലകളിലായിട്ടാണ് ഇവിടെ ട്രെയിൻ വന്നു നിൽക്കുക. എസ്കലേറ്റർ വഴി ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി. ഏറ്റവും താഴത്തെ ലെവലിലെ 22A എന്ന പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് പോകാനുള്ള ട്രെയിൻ വരിക. മുകളിലെ ലൈനിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ ഈ വിധം പല നിലകളിൽ ട്രെയിനുകൾ ഓടുന്ന സ്റ്റേഷനുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവിടുത്തെ ട്രെയിനുകൾക്കെല്ലാം ഒരു മിനിമം നിലവാരമുണ്ട്. എയർ കണ്ടീഷൻഡ് ആണ്. നല്ല സൗകര്യങ്ങളുണ്ട്. ബ്രസൽസ് ദിശയിലേക്കുള്ള ഒരു ട്രെയിൻ നീങ്ങിപ്പോകുന്നു. ട്രെയിനുകളിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. തെക്കൻ ഭാഗത്തേക്കാണ് ആ ട്രെയിൻ പോകുന്നത്. എനിക്ക് പോകേണ്ടത് വടക്കൻ ദിശയിലേക്കാണ്. അങ്ങനെ നിൽക്കെ മറ്റൊരു ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇത് താലീസ് ട്രെയിനാണ്. ആംസ്റ്റർഡാമിലേക്ക് പോകുന്ന ട്രെയിൻ തന്നെ. ഹൈസ്പീഡ് ട്രെയിനാണ്. ഇതിലേക്കുള്ള ടിക്കറ്റ് വേണോ എന്നാണ് കൗണ്ടറിൽ ഉണ്ടായിരുന്നവർ എന്നോട് ചോദിച്ചത്. താലീസ് ട്രെയിനകത്ത് കയറണമെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥൻ അത് പരിശോധിക്കാനായി വാതിക്കൽ നിൽക്കുന്നു. സാധാരണ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് എടുത്തവർ ഇതിൽ ചെന്ന് കയറാതിരിക്കാനായിരിക്കാം മുൻകൂട്ടിയുള്ള പരിശോധന. കൃത്യസമയം പാലിക്കുന്ന ട്രെയിനുകളാണ്. 1924 മുതൽ പാരീസിനെയും ബ്രസൽസിനെയും ബന്ധപ്പെടുത്തി സർവീസ് നടത്തിയിരുന്ന ട്രെയിനാണ് താലീസ്. ഇപ്പോൾ അത് പാരീസ് ആംസ്റ്റർഡാം സർവീസാണ് നടത്തുന്നത്. താലീസ് ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് അതിന്റെ ഉടമസ്ഥർ. വലിയ നിരക്കാണ് താലീസ് ട്രെയിനുകളിൽ.
1.5 മണിക്കൂറിന്റെ ട്രെയിൻ യാത്രയ്ക്ക് 8,000 രൂപയോളമാണ് ടിക്കറ്റ് നിരക്ക്. ഇന്ത്യൻ റെയിൽവേയിലായിരുന്നെങ്കിൽ ആ തുക കൊണ്ട് എത്ര സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കാമെന്ന് ചിന്തിക്കുക. 22ാം പ്ലാറ്റ്ഫോമിൽ ഞാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. അധികം താമസിയാതെ എനിക്കുള്ള ട്രെയിൻ ഇതേ പ്ലാറ്റ്ഫോമിലേക്കെത്തും. ആംസ്റ്റർഡാമിലേക്കുള്ള ട്രെയിൻ 5:44 എത്തുമെന്ന് കണ്ടു. 5:44 ആ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഇന്റർസിറ്റി ട്രെയിനാണ്. IC എന്ന ചുരുക്കപ്പേരിൽ പ്രശസ്തമായ ട്രെയിൻ. ഒരു സാധാരണ ട്രെയിൻ. ഇതാണ് എനിക്കു കയറേണ്ട വണ്ടി. അതിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കടന്നു പോകുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ്. 2 എന്നെഴുതിയ ബോഗിയിലേക്ക് ഞാൻ കയറി. ട്രെയിൻ യാത്ര തുടങ്ങി. കുറച്ചു ദൂരം ഭൂമിക്കടിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇരുട്ടാണ്. ട്രെയിൻ പുറത്തിറങ്ങുന്നതും കാത്ത് ഞാനിരുന്നു.